DJ ലൈഫ് ഡയറി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കുറച്ച് കാലമായില്ലേ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുറച്ച് അധികം പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായി പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ, അതായത് ചേട്ടൻ്റെ എക്സ്പയർ ആയി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായി ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരുള്ള സമയത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് വേറെയാണ്. അപ്പോൾ അഡ്രസ്സ് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന് ശ്രമിച്ചു. അഡ്രസ്സ് വെരിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള പ്രൂഫ്, അഡ്രസ് പ്രൂഫ് അവിടുത്തെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയില്ല. അതായത് എക്സ്പയർ ചെയ്യണതിന് മുന്നായിട്ട്. അപ്പോൾ അതങ്ങനെ ഡിലേ ആയി ഇപ്പോൾ ദേ 2.5 വർഷത്തോളം ആയിട്ടോ. അപ്പോൾ ദേ 3 വർഷം ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 വർഷത്തിനുള്ളിലാണെങ്കിൽ എന്തോ പ്രൊസീജിയർ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയിട്ട് ഒന്ന് നോക്കി. അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ ചെയ്യാനുള്ള, നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, അവൾ തന്നെയാണ് അവളുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്തത്. അതിന് ചുമ്മാ ഏജന്റിനൊന്നും കാണണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതൊന്ന് കയറി നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് വായിച്ച് ഇരുന്ന് അതിന് ശ്രമിച്ചു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള വീഡിയോ, അതായത് എങ്ങനെ അപ്ലൈ ചെയ്യണം, പലരും ഈ ഒരു എന്താ പറയുക നൂലാമാലകളൊക്കെ പേടിച്ച് പലരും അപ്ലൈ ചെയ്യാണ്ട് ഡയറക്റ്റ് ഏജന്റിനെ പോയി കണ്ടിട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കലാണ് പതിവ്. ഈവൻ എൻ്റെ പോലും ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ചേട്ടന് ചെയ്യണ സമയത്ത്, റിന്യൂ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുത്തിയിരുന്ന് ആ സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങൾ ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടി. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിരുന്നു. പക്ഷെ അന്ന് ചേട്ടൻ നൈറ്റ് ഷിഫ്റ്റ് ആയത് കാരണം അത് റീഷെഡ്യൂൾ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ചേട്ടാ. അതെ, ഇന്നിപ്പോ 10 മണിക്ക് ചെല്ലാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ സമയം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 9:18 നമ്മൾ എന്തായാലും 10 മണിക്കുള്ളിൽ അവിടെ ഹാജരാവണം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതിന്റെ പ്രൊസീജിയേഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചേട്ടൻ പറയും. എന്തായാലും പാസ്പോർട്ട് കേന്ദ്രത്തിനകത്ത് എന്തായാലും വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള തൊലിക്കട്ടിയും ഇല്ലാത്തത് കൊണ്ട് നമ്മളത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞുതരും. എനിക്ക് എന്തായാലും ഉള്ളിൽ പോകാൻ പറ്റില്ല, ഒരാൾക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല എന്നാണ് പറയണത്. അപ്പൊ അത്രേ ഉള്ളൂ പാസ്പോർട്ടിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കേട്ടോ. അപ്പൊ ഞാനത് ചെയ്യാം. എങ്ങനെയാണെന്നൊക്കെ ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എന്താ പറയുക വാക്സിന്റെ വീഡിയോ കണ്ടില്ലേ എന്ന പോലെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ വിശേഷങ്ങള്. ഇന്ന് വേറൊരു കാര്യമുള്ളത്, നമ്മള് കുതിരാൻ ടണൽ വഴി പോകാൻ പോണേ. പക്ഷെ ഇന്ന് നമുക്ക് തൃശ്ശൂർ ടു പാലക്കാട് ആയത് കാരണം ടണൽ കിട്ടില്ല എന്ന് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ ഒരു യൂട്ടേൺ എടുത്തിട്ട് വരണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഉള്ള പരിപാടി എന്താ, എൻ്റെ വീട്ടിൽ പോകണം. കുറെ കാലമായി, ഇപ്പൊ ഏകദേശം 1.5 വർഷത്തോളമായി. കഴിഞ്ഞ 2020 ജാനുവരിയിലെങ്ങാണ്ട് പോയതാണ്. അന്ന് തന്മിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അന്ന് പോയിട്ട് വന്നതാണ്. അതിനുശേഷം ദേ ഇപ്പോഴാണ് പോണത്. കുറച്ച് പേടിയൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞാവയൊക്കെ ഉള്ള അല്ലേ. അപ്പോൾ അവള് ഉള്ള സമയത്ത് നമ്മൾ പുറത്തുനിന്ന് പോകണത് പേടിച്ചിട്ടാണ് ഇത്രയും കാലം ഇരുന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാലും കുറേ കാലമായി. അപ്പം ഇനി പോവാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളിപ്പോൾ എവിടെ എത്തി? ഇരിഞ്ഞാലക്കുട എത്തി. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലക്കാട് പോകാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് അങ്ങോട്ടേക്ക് തൃശ്ശൂർക്ക് പോകുന്ന റൂട്ട് മുഴുവൻ നല്ല അത്യാവശ്യത്തിന് ട്രാഫിക് ഉള്ള ഏരിയ ആണ്. അവിടെ എവിടെയായിട്ട് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം ട്രാഫിക് ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റായി, നമ്മൾ ഉദ്ദേശിച്ച ടൈമിന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 10 മണിക്ക് എത്താൻ പറ്റില്ല. റിപ്പോർട്ടിങ് ടൈമാണ് 10:15 നമ്മുടെ ശരിക്കുള്ള അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ അയ്യോ ബസ് അങ്ങനെ കത്തിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. കത്തിപ്പോയല്ലോ ഈശ്വര. നല്ല പുക വരുന്നുണ്ടായിരുന്നു. എന്തിട്ടാണ് സംഭവിച്ചതെന്നറിയില്ല. അപ്പം എന്നാലും നമുക്ക് വേഗം തന്നെ പോവാം. ഇനിയിപ്പോൾ ഈ ട്രാഫിക്കിലൊക്കെ എപ്പോൾ എത്താനാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം.
പാസ്പോർട്ട് കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് റെയിൽവേ ലൈനിന്റെ കുറുകെ ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ സേവാ കേന്ദ്രം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്ന് ഉള്ളിലേക്കൊരു എൻട്രി പോയിന്റ് ഉണ്ട്. അതായത് തൃശ്ശൂരിൽ നിന്നും, അതായത് റൗണ്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആണെങ്കിൽ ഒരു യു ടേൺ എടുത്തിട്ട് വേണം ഈ സേവാ കേന്ദ്രത്തിൽ എത്താൻ. അപ്പോൾ അതല്ലാതെ ഗൂഗിൾ മാപ്പിൽ കാണിച്ച വഴി സേവാ കേന്ദ്രത്തിൻ്റെ പിന്നിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ ആ പിന്നിൽ കൂടെയുള്ള വഴി വരുമ്പോൾ വളരെ കുഞ്ഞു റോഡാണ്. ഇപ്പം നിങ്ങൾ എന്താ പറയുക, കുറച്ച് വലിയ വണ്ടിയാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സേഫ് ആയിരിക്കില്ല. കുറച്ച് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ, ബട്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരൊക്കെ ആ വഴി വരാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. വേറെ എന്താണ്, ഇനി നമുക്ക് ചേട്ടൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. അവിടെ എന്താണ്, അവിടെ 10:45 ലൈൻ ഉണ്ടായിരുന്നു, 10:30 ലൈൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തോ ലേറ്റായി, 10:15 ആയപ്പോൾ തന്നെയാണ് എത്തിയത്. അപ്പോൾ 10:15 ഓൾറെഡി എല്ലാവരെയും അകത്തേക്ക് കടത്തി വിട്ടു. അപ്പോൾ ചേട്ടനെ അകത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരം വരേണ്ടത്. ഇല്ലെങ്കിൽ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ മുന്നേ വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ചേട്ടൻ വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അതേ സാനിറ്റൈസ് ചെയ്യട്ടെ ആദ്യം. ഉരുണ്ട് മറിഞ്ഞു വന്നേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എ കൗണ്ടർ, ബി കൗണ്ടർ, സി കൗണ്ടർ എന്ന് ക്ലീൻ ആയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയലില്. ഞാൻ ചോദിച്ചു ആദ്യം കാണുന്ന ABC കൗണ്ടറാന്ന് ചോദിച്ചു. പിന്നെ എല്ലാം മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ വിശാലമായ എ കൗണ്ടേഴ്സ് വേറെയുണ്ട്, ബി കൗണ്ടേഴ്സ് വേറെയുണ്ട്, സി കൗണ്ടേഴ്സ് വേറെയുണ്ട്. എ കഴിഞ്ഞാൽ ബിയിലേക്ക് പോകണം, അടുത്ത പ്രോസസ്സിങ്ങിന്. ബി കഴിഞ്ഞാൽ സിയിലേക്ക് പോകണം. സിയിൽ ചെന്നപ്പോഴാണ് അറിയണേ അതുവരെ നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആധാർ കാർഡാണ്. ആധാർ കാർഡിൽ ബാംഗ്ലൂർ അഡ്രസ് ആയിരുന്നു. ഞങ്ങളത് കണ്ടുപിടിച്ചു, വേഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി എ കൗണ്ടറിലേക്ക് വിട്ടു. ഞാൻ വീണ്ടും എ കൗണ്ടറിൽ പോയി നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തു, വോട്ടേഴ്സ് കാർഡ് കൊടുത്തു. വീണ്ടും ABC അങ്ങനെ 2 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം കറങ്ങി. ഭാഗ്യമായി വോട്ടേഴ്സ് കാർഡിലെങ്കിലും നാട്ടിലെ അഡ്രസ് ഉള്ളത് നന്നായി. അത് വീണ്ടും ചോദിച്ചു ഇവിടെ തന്നെ അല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ 1 കൊല്ലമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. സാധനം വരുമ്പോൾ നാട്ടിലില്ലെങ്കിൽ സാധനം പിന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞു. ഞാൻ ഇല്ല പേടിക്കാനില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറയണത്. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ അവിടെ ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഇടാൻ പറയുകയാണ് ചെയ്യണത് അവർ. എന്തായാലും നമുക്കിപ്പോൾ ഒരു യു ടേൺ എടുത്തിട്ട് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്തിയപ്പോൾ ഏകദേശം ഒരു ബാംഗ്ലൂർ ടച്ചുള്ള കുറേ പശുക്കളെ കണ്ടു. നല്ല സന്തോഷം തോന്നി. കുറേ കാലമായി ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട്. എന്തായാലും നമ്മുടെ ഓണം ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് നടത്തിയത്. അപ്പോൾ നമ്മൾ കുതിരാൻ ടണലിന്റെ അടുത്തേക്കുള്ള റോഡിലേക്ക് എത്തിക്കാണ് കേട്ടോ. അപ്പൊ പാലക്കാട് പോകുമ്പോഴുള്ള മെയിൻ സംഭവമാണല്ലോ ഇത്. തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇപ്പോഴും 1 വേ ലേനുള്ള സ്ഥലങ്ങൾ ഇനിയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുതിരാൻ ടണൽ എന്നുള്ള ഇതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഹൈവേ എല്ലാവടെയും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് 4 ലെയിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളും കൂടെ ചെയ്തേ മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, 2 സൈഡും ആകെപ്പാട് ഇത്തിരിക്കോളുള്ള റോഡും കുറേ വണ്ടികളും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുതിരാൻ ടണൽ വഴി വരുന്ന വണ്ടികളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഇപ്പോൾ ഒരു കണ്ടില്ലേ ഇങ്ങനൊരു സെപ്പറേഷനൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. VLC പ്ലെയർ ഒക്കെ വെച്ചിട്ടുണ്ട്. VLC പ്ലെയർ ഇപ്പൊ ഒരു കോല് പോലെ ആയിട്ടുണ്ടല്ലേ. VLC പ്ലെയർ കേസ് കൊടുത്തിട്ട് മാറ്റിയെന്നൊക്കെയാണ് ചേട്ടായി പറയുന്നത്. അങ്ങനെ അപ്പൊ ഈ കുതിരാൻ ടണൽ വഴി വരുന്ന വണ്ടികൾ അപ്പുറത്ത് കൂടെ കാണാൻ നിങ്ങൾക്ക് കേട്ടോ. കൊള്ളാലോ. മറ്റേ സൈഡും കൂടി തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നാലും ഒരു ആക്സസ് ഉണ്ടാവും തോന്നുന്നു. കാരണം ടെമ്പിൾ ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട്. കുതിരാൻ അമ്പലം ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു ആക്സസ് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ താഴേക്കുള്ള റോഡ് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണ്ടേ, ഇങ്ങോട്ടേക്കുള്ള റോഡൊക്കെ. അതൊക്കെ ഒന്ന് സമയം എടുക്കും. കാരണം എന്തേ കണ്ടില്ലേ, ടണൽ ഇങ്ങനെയാ വരുന്നത്. അപ്പൊ റോഡും ഒന്ന് സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സമയം എടുക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ടണൽ മാത്രമേ തുറന്നിട്ടുള്ളൂ അല്ലേ. കുറേ പരിപാടികൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ
ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ ഒന്ന് സമാധാനത്തിൽ ഓവർടേക്ക് ചെയ്യാനും. അവിടുന്ന് വണ്ടി വല്ലല്ലോ അല്ലേ? ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഹൈവേ കൂടെ അതൊക്കെ ഓപ്പോസിറ്റ് വണ്ടി വരണോ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. അമ്പലത്തിൽ ക്ഷീണമായിരിക്കും, കാരണം അവര് പ്രധാന വരുമാനം ഈ സത്യം. അമ്പലത്തിന് ഒരു നല്ലൊരു ക്ഷീണം തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ അമ്പലത്തിക്ക് വേണ്ടി പറഞ്ഞവരൊക്കെ വരാം. അപ്പൊ പിന്നെ അവിടെ വന്ന് ടേൺ ചെയ്തിട്ടൊക്കെ പോണ്ടി വരും അല്ലേ? ഇത് വൺ വേ ആക്കി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുതിരാൻ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ കുറച്ച് ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി സമാധാനത്തിൽ തൊഴുതാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പണ്ടത്തെ അത്ര കൺജഷൻ ഒന്നും തോന്നിയില്ല കേട്ടോ. നല്ല കറുത്തിരുണ്ടിരിക്കുന്ന മേഘം, നല്ല രസമുണ്ട്. അയ്യോ, ആക്ച്വലി ഞങ്ങൾ മംഗലം പാലത്തു നിന്നാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ടേൺ എടുക്കാറ്. പക്ഷെ അവിടെ ആ പാലം ക്ലോസ്ഡ് ആയത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ആലത്തൂര് പോയിട്ട് ആലത്തൂരിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകാമെന്ന്. അപ്പൊ ആലത്തൂര് വഴി പല്ലാവൂര് പോയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ മേഘങ്ങൾ ശ്രദ്ധിച്ചത്. ഒരു പുഴ ഒഴുകണ വരിയില്ലേ കാണുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. എവിടെയോ മഴ പെയ്യുന്നുണ്ട്. അതാണ് ഈ താഴേക്കുള്ളൊരു ഇത്. ശരിക്കും ഒരു മലയുടെ മുകളിലൊക്കെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഈ മഴ പെയ്യണ സമയത്തുള്ള. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഫുൾ പനകളാണ്. പനയും പാടങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ പാലക്കാടിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു റൈഡാണ് ഇത്. പല്ലാവൂരിന്റെ ഭംഗിയാണ്. കുനിശ്ശേരി പല്ലാവൂര് റോഡാണ്. ഇവിടുത്തെ ഭംഗി ഒന്ന് വേറെയാണ് കേട്ടോ. ഈ ഒരു റോഡിൽ കൂടെ വരുമ്പോൾ ഉള്ള ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പാലക്കാട് വരുമ്പോഴൊക്കെ പറയാറുള്ള കാര്യമാണ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും ഇവിടുത്തെ വയലും അതേപോലെ തന്നെ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നമുക്ക് പൊതുവേ കാണുന്നതിലും കൂടുതൽ, അതായത് നമ്മുടെ പൊതുവേ പോകുന്ന നാട്ടുപ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഗ്രാമീണത നിറഞ്ഞ ഒരു ഏരിയ ആണ് എൻ്റെ വീടും പരിസര ഭാഗങ്ങളും പോണ വഴിയൊക്കെ. അപ്പോൾ അതാണ് ഞാനിതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഏരിയ നിങ്ങളുടെ ഭാഗത്തും ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊക്കെ അബ്രോഡാണെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നീടും നമ്മളുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് ഒരു കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും അല്ലേ? അപ്പോൾ ദേ വർത്താനം പറഞ്ഞു ദേ വീടെത്തി കഴിഞ്ഞു. ഇനി വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചാടി കയറി ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ ഓൾട്രോസിൻ്റെ റിമോട്ട് കീ എൻ്റെ ബാഗിനകത്തായിരുന്നു. അപ്പോൾ അത് വണ്ടി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഞാൻ പോയ സങ്കടത്തിൽ ഓൾട്രോസ് കരഞ്ഞു, സുഹൃത്തുക്കളെ കരഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ദേ വീട്ടിലേക്ക് പോവാണ്. ഇനി ധന്വിക്കുട്ടിയുടെ കൂടെയൊക്കെ ഒന്ന് ഇരുന്ന് കളിച്ച് തിമർത്ത് ഒരാഴ്ച. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ബെസ്റ്റ് കമൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ പോകുന്ന കമൻറ്റ് ഈ വീഡിയോന് താഴെയുള്ള കമൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.